മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ. 999 വർഷത്തേക്ക് തമിഴ്നാടിന് സ്വന്തം. മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രമറിയാൻ ബലക്ഷയത്തിൻ്റെ പേരിലും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിലും മറ്റും കുറച്ചു വർഷങ്ങളായി പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണിത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ പ്രയോജനം മുഴുവൻ തമിഴ്നാടിനാണ് എന്നതാണ് വസ്തുത. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം തമിഴ്നാടിൻ്റെ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിൻ്റെ ജലസംഭരണിക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്നു. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാടും ആ നടപടി അണക്കെട്ടിൻ്റെ സുരക്ഷയെ ബാധിക്കുമെന്നതിനാൽ ജലനിരപ്പ് ഉയർത്താൻ പാടില്ലെന്ന് കേരളവും നിലപാടെടുത്തതോടെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാവുകയാണ്. ഈ അണക്കെട്ടിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 3 നൂറ്റാണ്ട് പിറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. അതായത് 17-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട് പ്രദേശത്തെ രാമനാട് മുത്തുരാമലിംഗ സേതുപതിയുടെ കീഴിലായിരുന്നു. രാജാവ് പ്രായപൂർത്തിയാവാത്ത ബാലനായിരുന്നതിനാൽ പ്രധാനിമാർക്കായിരുന്നു ഭരണ ചുമതല. ഭരണകാര്യങ്ങളിൽ ദീർഘവീക്ഷണമുള്ള പ്രധാനി മുതിരുള്ളപ്പ പിള്ളക്കായിരുന്നു ഭരണത്തിൻ്റെ പൂർണ്ണ ചുമതല. കൃഷി വ്യാപിപ്പിച്ചും റോഡുകൾ നിർമ്മിച്ചും നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ പരിശ്രമിച്ച മുതിരുള്ളപ്പ പിള്ളക്ക് നാട്ടിലെ ജലക്ഷാമം കടുത്ത വെല്ലുവിളിയായിരുന്നു. രാമനാട്ടിലെ വൈഗൈ നദിയിൽ വേനലിൽ വേണ്ടത്ര വെള്ളം ഉണ്ടാവില്ല. അതിനാൽ നാട്ടിലും വരൾച്ചയാണ്. വൈഗൈ നദി ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന തിരുവിതാംകൂർ കൂടി ഒഴുകുന്ന പെരിയാറിനാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളമുള്ളതുമാണ്. ഈ വെള്ളം ഉപയോഗിക്കപ്പെടാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. ഈ കാലത്ത് മുതിരുള്ളപ്പ പിള്ളയുടെ കണ്ണ് പെരിയാറിലായിരുന്നു. നദിയിലെ വെള്ളം രാമനാട് പ്രദേശത്തേക്ക് തിരിച്ചുവിട്ട് വൈഗൈ നദിയിലെത്തിക്കാനുള്ള ആദ്യ ആലോചനകൾ 1789 നടത്തിയത് മുതിരുള്ളപ്പ പിള്ളയാണ്. ഇതിനായി ഒരു പദ്ധതിയും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ രാജ്യഭരണം ഏറ്റെടുത്ത സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരോട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷുകാരെ സുഖിപ്പിച്ച് ഭരണം നടത്തുക എന്നതായിരുന്നു മുതിരുള്ളപ്പ പിള്ളയുടെ നിലപാട്. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ രാജാവും പ്രധാനിയും അകന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ മുത്തുരാമലിംഗ സേതുപതിയെ 1795 സ്ഥാനഭ്രഷ്ടനാക്കി. മദിരാശിയിൽ പ്രസിഡൻസിയുടെ കീഴിലുള്ള തമിഴ്നാട്ടിലെ തേനി, മധുര, രാമനാഥപുരം എന്നീ പ്രദേശങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്കും തലവേദനയായിരുന്നു. ഈ പ്രദേശത്ത് മഴക്കുറവും വരൾച്ചയും കൂടുതലായിരുന്നു. എന്നാൽ തൊട്ടടുത്ത് പശ്ചിമഘട്ടം കടന്നാൽ തിരുവിതാംകൂറിലാണെങ്കിൽ നിറഞ്ഞൊഴുകുന്ന പെരിയാർ, പുഴകളും കായലുകളും കൊണ്ട് തിരുവിതാംകൂർ ദേശം പച്ച പിടിച്ച് കിടക്കുന്നു. അങ്ങനെ തിരുവിതാംകൂർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മണ്ണ് തുറന്ന് മധുര, രാമനാഥപുരം ഒഴുകുന്ന വൈഗൈ നദിയിലേക്ക് തിരിച്ചുവിടാൻ ആലോചനയുണ്ടായി. സർ ജെയിംസ് കോൾഡ്വെല്ലിനെ 1808 ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ നിയോഗിച്ചു. എന്നാൽ ഈ ഉദ്യമം വേണ്ടത്ര ഫലവത്താവില്ല എന്നായിരുന്നു കോൾഡ്വെല്ലിൻ്റെ റിപ്പോർട്ട്. എന്നാൽ വെള്ളം തിരിച്ചുവിടാനുള്ള ആലോചനയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല. പിന്നീട് ക്യാപ്റ്റൻ ഫേവർ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1809 വെള്ളം തിരിച്ചുവിടാൻ ചെറിയ അണക്കെട്ടിൻ്റെ പണി തുടങ്ങി. ചിന്നമുടിയാർ എന്ന പെരിയാർ നദിയുടെ കൈവയിലെ വെള്ളം തിരിച്ചുവിടാനായിരുന്നു ഇത്. എന്നാൽ പടർന്നു പിടിച്ച മലമ്പനി മൂലം തൊഴിലാളികളെ കിട്ടാതായി. ബാക്കിയുള്ളവർ വൻതോതിൽ കൂലി ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ അണക്കെട്ടിൻ്റെ പണി നിർത്തിവെച്ചു. കുടിവെള്ളം പോലും കിട്ടാതെ വലയുന്ന ജനങ്ങളുടെ രക്ഷയ്ക്കായി ബ്രിട്ടീഷ് ഭരണാധികാരികൾ പല മാർഗങ്ങളും ആലോചിച്ചു. മധുര ജില്ലാ എഞ്ചിനീയർ മേജർ റിവ്സ് പെരിയാറിലെ വെള്ളം തിരിച്ചുവിടാനായി 1867 മറ്റൊരു പദ്ധതി മുന്നോട്ട് വെച്ചു. 162 അടി ഉയരമുള്ള അണക്കെട്ട് പണിത് ചാലുകീറി വൈഗൈ നദിയിലൂടെ കഴിയൊഴിയായ സുരുളിയിലേക്ക് വെള്ളം വിടാനായിരുന്നു ഒരുങ്ങിയത്. 17.49 ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചിലവ്. പക്ഷേ അണക്കെട്ട് പണിയുമ്പോൾ വെള്ളം താൽക്കാലികമായി തടഞ്ഞു നിർത്താൻ എളുപ്പമല്ല എന്ന കാരണത്താലും പണി നീണ്ടുപോവും എന്നതിനാലും ഇതും ഉപേക്ഷിച്ചു. 1870 ആർ സ്മിത്ത് അണക്കെട്ടിന് സ്ഥാനം മാറ്റി പുതിയൊരു പദ്ധതി നിർദ്ദേശിച്ചു.
175 അടി ഉയരത്തിൽ അണക്കെട്ട് പണിത് 7000 അടി നീളത്തിൽ ടണലുണ്ടാക്കി പെരിയാറിലെ വെള്ളം ചുരുളിയാറിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഉദ്ദേശം. 53.99 ലക്ഷം ചിലവായിരുന്നു കണക്കാക്കിയിരുന്നത്. പക്ഷേ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ജനറൽ വാക്കൻ കണ്ടെത്തിയ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതും ഉപേക്ഷിച്ചു. 1882 പെരിയാറിലെ വെള്ളം വൈഗയിലെത്തിക്കാനായി പദ്ധതി സമർപ്പിക്കാൻ എഞ്ചിനീയറായ ക്യാപ്റ്റൻ പെനിക്യുക്കിനെയും ആർ സ്മിത്ത് എന്നിവരെയും ചുമതലപ്പെടുത്തി. എല്ലാ പഴയ പദ്ധതികളും പഠിച്ച ശേഷം പുതിയത് രൂപപ്പെടുത്താനായിരുന്നു നിർദ്ദേശം. ഇതനുസരിച്ച് പെനിക്യുക്ക് റിപ്പോർട്ട് നൽകി. 155 അടി ഉയരമുള്ള അണക്കെട്ടിനാണ് പെനിക്യുക്ക് പദ്ധതിയുണ്ടാക്കിയത്. താഴെ 115.75 അടിയും മുകളിൽ 12 അടിയുമാണ് വീതി. ചുണ്ണാമ്പ്, സുർക്കി, കരിങ്കല്ല് എന്നിവ കൊണ്ടുള്ള അണക്കെട്ടിന് 53 ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ്. ഈ തുകയുടെ 7% എല്ലാ വർഷവും പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നായിരുന്നു എസ്റ്റിമേറ്റ് റിപ്പോർട്ട്. കൊടും വരൾച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പെനിക്യുക്ക് സമർപ്പിച്ച പദ്ധതി അംഗീകരിച്ചുകൊണ്ട് അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പെരിയാറിനെ തിരിച്ചുവിടാനുള്ള പദ്ധതിയെക്കുറിച്ച് 1862 മുതൽ തന്നെ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ മഹാരാജാവിനെ ധരിപ്പിച്ചിരുന്നു. നിരന്തരം കത്തെഴുത്തുകളും നടത്തിയിരുന്നു. വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു അന്ന് തിരുവിതാംകൂർ ഭരണാധികാരി. രാജാവ് കുറെ കാലം ഇതിനെ എതിർത്തു. വെള്ളം തിരിച്ചുവിടുന്ന പദ്ധതിക്ക് അനുമതി നൽകില്ലെന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാരെ അറിയിച്ചു. ബ്രിട്ടീഷുകാരുടെ നിരന്തര പ്രേരണയും ഭീഷണിയും മൂലം അവസാനം മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കരാറിൽ ഒപ്പുവെക്കാൻ ദിവാൻ രാമ അയ്യങ്കാർക്ക് രാജാവ് അനുമതി നൽകി. ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്കും തോക്കിനും മുമ്പിൽ രാജാവ് അടിയറവ് പറയേണ്ടി വന്നു എന്ന ചരിത്ര സത്യത്തിന് സാക്ഷിയാണ് കരാറിന് അനുമതി നൽകിയ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. എൻ്റെ ഹൃദയത്തിലുള്ള രക്തം കൊണ്ടാണ് ഞാൻ കരാറിൽ ഒപ്പിടാൻ അനുമതി നൽകിയത് എന്നായിരുന്നു രാജാവിൻ്റെ ഗദ്ഗതത്തോടെയുള്ള വാക്കുകൾ. 1886 ഒക്ടോബർ 29 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാൻ പെരിയാർ പാട്ട കരാർ അല്ലെങ്കിൽ പെരിയാർ ലീസ് ഡീഡിന് ദിവാൻ ഒപ്പിട്ടത്. പെരിയാറിനു വേണ്ടി ദിവാൻ രാമ അയ്യങ്കാറും മദിരാശി സംസ്ഥാനത്തിനു വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ആനിങ്ടനുമാണ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പെരിയാർ നദിയുടെ പോഷക നദിയായ മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് പെരിയാറിലെ വെള്ളം കിഴക്കോട്ട് തിരിച്ചു വിടാനാണ് കരാർ. പെരിയാർ നദിയുടെ ഏറ്റവും ആഴം കൂടിയ അടിത്തട്ടിൽ നിന്ന് 155 അടി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉയരുന്ന വെള്ളം ഉപയോഗപ്പെടുത്താനാണ് കരാറിൽ പറയുന്നത്. ഈ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള ജലസേചന പദ്ധതിക്കായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പൂർണ്ണാധികാരം മദിരാശി സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നതായാണ് കരാറിൽ പറയുന്നത്. നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുറ്റുവട്ടത്തുള്ള 8000 ഏക്കർ സ്ഥലവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 100 ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരിക്കുന്നത്. പെരിയാർ ജലസേചന പദ്ധതിക്കായി അണക്കെട്ട് നിർമ്മിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും മദിരാശി സർക്കാരിന് നൽകിയതായി കരാറിൽ പറയുന്നു. 999 വർഷത്തേക്കാണ് കരാർ. മദ്രാസ് സർക്കാർ കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും 999 വർഷത്തേക്ക് പാട്ടത്തിന് നൽകേണ്ടി വരും. പാട്ടത്തുകയായി വർഷത്തിൽ ഏക്കറിന് 5 രൂപ തോതിൽ 40,000 രൂപയാണ് തിരുവിതാംകൂറിന് നൽകാൻ നിശ്ചയിച്ചത്. വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര, രാമനാഥപുരം എന്നീ ജില്ലകളിലെ ജനസേചനത്തിനാണെന്നാണ് വ്യവസ്ഥ. കരാറിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഇരുഭാഗത്തു നിന്നുമുള്ള ഓരോ ആർബിട്രേറ്റർമാരോ അമ്പയർമാരോ ഉൾപ്പെടുന്ന ട്രിബ്യൂണലിന് വിടാം. 1886 കരാറിൽ ഒപ്പിട്ട് അടുത്ത വർഷം 1887 സെപ്റ്റംബറിൽ അണക്കെട്ടിൻ്റെ പണി തുടങ്ങി 1896 ഫെബ്രുവരിയിൽ പൂർത്തിയാക്കി. അതോടെ പെരിയാർ തടാകവും രൂപം കൊണ്ടു. അണക്കെട്ട് നിർമ്മിച്ച് ഇഷ്ടം പോലെ വെള്ളം വൈഗൈ നദിയിലേക്ക് ഒഴുകിയപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ആലോചനയായി ബ്രിട്ടീഷ് ഭരണാധികാരികൾ. മദ്രാസിലെ വ്യവസായ ഡയറക്ടർ ആൽഫ്രഡ് ചാറ്റേർട്ടൺ 1909 രൂപരേഖ സമർപ്പിച്ചു. ഇതനുസരിച്ച് പ്രവർത്തനങ്ങളും തുടങ്ങി. ജലസേചനത്തിന് മാത്രമായി ഉണ്ടാക്കിയ കരാറിന് വിരുദ്ധമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെ തിരുവിതാംകൂർ ശബ്ദമുയർത്തി. ഇതിന് തടയിടാൻ പരിശ്രമങ്ങളും ഉണ്ടായി. കരാറിലെ വ്യവസ്ഥ അനുസരിച്ച് പ്രശ്നം ആർബിട്രേറ്റർമാർക്ക് വിട്ടു.
പക്ഷേ ആർബിട്രേറ്റർമാരായ ഡേവിഡ് ഡേവിഡ്സണും VS സുബ്രഹ്മണ്യ അയ്യരും തമ്മിൽ തർക്കത്തിലായി. പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോൾ തീരുമാനം അമ്പയർക്ക് വിട്ടു. ബംഗാൾ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന സർ നളിനി രഞ്ജൻ ചാറ്റർജിയായിരുന്നു അമ്പയർ. തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് നിന്ന് ദിവാൻ CP രാമസ്വാമി അയ്യരും മദ്രാസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ആയിരുന്നു 1941 ജനുവരി 1 മുതൽ 5 വരെ നടന്ന വിചാരണയിൽ പങ്കെടുത്തിരുന്നത്. 1941 മെയ് 12 അമ്പയർ വിധി പ്രഖ്യാപിച്ചു. ഇത് തിരുവിതാംകൂറിന് അനുകൂലമായിരുന്നു. ജലസേചനങ്ങൾക്കല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ മദ്രാസ് സംസ്ഥാനത്തിന് അവകാശമുള്ളൂ എന്നും ഇദ്ദേഹം വിധി എഴുതി. എന്നാൽ ഈ വിധി മുഖവുരക്കെടുക്കാൻ മദ്രാസ് സർക്കാർ തയ്യാറായില്ല. വൈദ്യുതി ഉൽപ്പാദനവുമായി അവർ മുന്നോട്ടു പോയി. വിധിയുടെ പശ്ചാത്തലത്തിൽ 1886 കരാർ റദ്ദാക്കാൻ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ കച്ചകെട്ടിറങ്ങി. 1947 ജൂലൈ 21 അദ്ദേഹം ഡൽഹിയിൽ വൈസ്രോയി മൗണ്ട് ബാറ്റനെ കണ്ട് നിവേദനം നൽകി. കരാറിലെ വ്യവസ്ഥകളും മദ്രാസ് സർക്കാരിൻ്റെ കരാർ ലംഘനവും അമ്പയറുടെ വിധിയും ദിവാൻ മൗണ്ട് ബാറ്റനെ ധരിപ്പിച്ചു. കരാറിലെ ചതിയും അദ്ദേഹം തുറന്നുകാട്ടി. 999 വർഷത്തെ കരാറിൽ മദ്രാസ് സർക്കാരിന് വെള്ളം കൊണ്ട് വർഷം തോറും 25 ലക്ഷം രൂപയോളം കിട്ടുമ്പോൾ തിരുവിതാംകൂറിന് വെറും 40,000 രൂപ മാത്രമാണ് കിട്ടുന്നതെന്നും ഈ അസമത്വം ഇനി തുടരാനാവില്ലെന്നും താൻ വൈസ്രോയിയെ അറിയിച്ചതായി രാമസ്വാമി അയ്യങ്കാർ തിരുവിതാംകൂർ മഹാരാജാവിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. രാമസ്വാമിയുടെ വാദം ശരിയാണെന്നും ഇതിനു വേണ്ടുന്നതെല്ലാം ചെയ്യാമെന്നും വൈസ്രോയി സമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ അന്തിമ വിജയം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തായിരുന്നു. അമ്പയറുടെ വിധിയും കരാറിലെ വ്യവസ്ഥയും കാറ്റിൽ പറത്തി അവർ വൈദ്യുതി പദ്ധതി നിർമ്മാണം തുടങ്ങി. പെരിയാർ തടാകം ദേശീയ ഉദ്യാനമാക്കി മാറ്റാനുള്ള തിരുവിതാംകൂറിൻ്റെ പ്രവർത്തനത്തിന് ബ്രിട്ടീഷ് സർക്കാർ തന്നെ അനുമതി നൽകി. മാത്രമല്ല ടൂറിസത്തിനായി പെരിയാർ തടാകത്തിൽ ബോട്ട് ഓടിക്കാനുള്ള അനുമതിയും നൽകി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ പെരിയാർ പാട്ട കരാർ പുതുക്കാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയിരുന്നു. 1958 നവംബർ 19 മുഖ്യമന്ത്രി EMSുമായി തമിഴ്നാട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. പിന്നീട് കരാർ പുതുക്കുന്നതിനായി പല എഴുത്തുകുത്തുകളും നടത്തി. 1960 ജൂലൈ 4 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണു പിള്ളയുമായും തമിഴ്നാട് മുഖ്യമന്ത്രി ചർച്ച നടത്തി. 1969 മെയ് 10 വീണ്ടും മന്ത്രി EMSുമായും ചർച്ച നടന്നിരുന്നു. 1970 C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ പുതുക്കിയ കരാറിൽ ഒപ്പിട്ടു. തമിഴ്നാടിന് വേണ്ടി പൊതുമരാമത്ത് സെക്രട്ടറി KS സുബ്രഹ്മണ്യവും കേരള സർക്കാരിന് വേണ്ടി ജലവൈദ്യുത മന്ത്രി KP വിശ്വനാഥൻ നായരുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. 1886 കരാറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തി പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ളതായിരുന്നു പുതുക്കിയ കരാർ. 1886 കരാറിൽ ഭേദഗതി വരുത്തിയാണ് ഈ കരാർ ഉണ്ടാക്കിയത്. നേരത്തെ ഏക്കറിന് 5 രൂപയായി പാട്ടത്തുക പുതുക്കിയ കരാറിൽ 30 രൂപയായി ഉയർത്തി. കരാർ തീയതി 30 വർഷം കഴിയുമ്പോൾ പാട്ടത്തുക പുതുക്കാമെന്നും വ്യവസ്ഥയിലുണ്ടായിരുന്നു. പുതുക്കിയ കരാറിന് 1954 മുതൽ മുൻകാല പ്രാബല്യവും നൽകിയിരുന്നു. പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ പവർ ഹൗസിൽ നിന്ന് തമിഴ്നാടിന് ആവശ്യത്തിനായി മാത്രം അവരുടെ ചിലവിൽ ഏതാവശ്യത്തിനുമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് പുതുക്കിയ കരാറിൽ പറഞ്ഞിരിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ആവശ്യത്തിനായി കുമളി വില്ലേജിൽ 42.17 ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടമായി നൽകി. വൈദ്യുതി ഉൽപ്പാദനത്തിന് 350 ദശലക്ഷം യൂണിറ്റ് വരെ 1 കിലോവാട്ട് ഇയറിന് 12 രൂപ തോതിൽ തമിഴ്നാട് കേരളത്തിന് നൽകണമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ട്. 360 ദശലക്ഷത്തിൽ കൂടിയാൽ 18 രൂപ നൽകണം. 8760 യൂണിറ്റ് ആണ് 1 കിലോവാട്ട് ഇയർ. ഈ കരാർ അനുസരിച്ച് 2000 ആണ്ടിൽ പാട്ടത്തുക പുതുക്കി നിശ്ചയിക്കേണ്ടതായിരുന്നുവെങ്കിലും അത് ചെയ്തിട്ടില്ല.
1961 വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിത അണക്കെട്ട് ശക്തമായ വെള്ളപ്പാച്ചിലിന് തടയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് ഒരു സുരക്ഷാ ഭീഷണിയാണെന്ന് അക്കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2014 മെയ് 7 സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ വിധി തമിഴ്നാടിന് അനുകൂലമായി വന്നു. ഈ വിധി കേരളത്തിന് പ്രതികൂലമായിരുന്നു. 136 അടിയിൽ നിന്നും 142 അടിയായി ജലനിരപ്പ് ഉയർത്താമെന്നും അണക്കെട്ടിന്റെ നിരീക്ഷണത്തിന് ഒരു 3-അംഗ സമിതിയെ നിയോഗിക്കാമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. 1886 ഉണ്ടായിരുന്ന പെരിയാർ പാട്ടക്കരാർ യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്രമായതോടെ കാലഹരണപ്പെട്ടതാണ്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഈ കാര്യം പറയുന്നുമുണ്ട്. ആക്ടിലെ 7-ാം വകുപ്പ് അനുസരിച്ച് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുമായുള്ള എല്ലാ കാര്യങ്ങളും റദ്ദായി. അതിനാൽ മദ്രാസ് ഭരിച്ച ബ്രിട്ടീഷ് അധികാരിയും തിരുവിതാംകൂറും തമ്മിലുള്ള പാട്ടക്കരാറിന് നിയമസാധുതയില്ല. പക്ഷേ 1970 പഴയ കരാർ നിലനിർത്തിക്കൊണ്ടാണ് വൈദ്യുതി ഉൽപാദനത്തിന് കൂടി അനുമതി നൽകി ഭേദഗതി വരുത്തിയത്. ഇതാണ് കേരളത്തിന് എക്കാലത്തെയും തലവേദനയായി മാറിയിരിക്കുന്നത്.